എന്തൊരു വിസ്മയകരാണ്. ഇപ്പോൾ അടുത്ത് ഒരു കുട്ടിക്ക് ആദ്യാക്ഷരം കുറിച്ച് കൊടുത്തു. അപ്പോൾ അലിഫ് എന്ന് പറയുന്ന കുട്ടി അലിഫല്ല വരയാണ്. വേറെ കുട്ടിക്ക് അലിഫ് എന്ന് പറയുമ്പോൾ അലിഫ് അങ്ങനെയല്ല എഴുതൽ. വേറെ കുട്ടിക്ക് അലിഫ് ബാ താക്ക് 3 പുള്ളിയാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ പ്രതികരണശേഷി ഉണ്ടാവണമെങ്കിൽ കുറേ പ്രായം കൂടേണ്ടിയിരുന്നു. പലർക്കും പ്രതികരണശേഷി തീരെ ഉണ്ടാകൂല. എന്നാൽ ഇപ്പം ഇളം തലമുറകളിൽ പ്രതികരണശേഷി വളരെ വളരെ കൂടി വരികയാണ്. അവരെ തച്ച് കിടത്തുന്നത്, അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. പ്രതികരണശേഷിയെ നല്ലൊരു പ്രോത്സാഹനങ്ങൾ നൽകി നല്ല രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തൊരു രസമാണ്. എനിക്ക് ഏറ്റവും രസകരം മഅദിൻ മുത്തവൽ വിദ്യാർത്ഥികൾ 600 കുട്ടികൾ നിരന്തരം ചോദ്യങ്ങൾക്ക് മറുപടി എല്ലാം പറയണമെന്നില്ലല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ മറുപടി, എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞാൽ ഭ്രാന്തനാണ് എന്നല്ലേ പറഞ്ഞത്. ചോദ്യങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അധ്യാപന മേഖലയൊക്കെ ചോദ്യവും ഉത്തരങ്ങളും അത് നന്നായി പതിവാക്കണം. ടെൽ മീ ഐ ക്യാൻ ഫോർഗറ്റ്, ടീച്ച് മീ ഐ ക്യാൻ റിമെമ്പർ, ഇൻവോൾവ് മീ ഐ ക്യാൻ ലേൺ എന്ന തിയറി. പറയൂ, ഞാൻ മറക്കാം. ടീച്ച് മീ ഐ ക്യാൻ റിമെമ്പർ, എനിക്ക് ചൊല്ലിപ്പഠിപ്പിക്കൂ, അത് ഞാൻ ഓർത്തെടുക്കാം. ഇൻവോൾവ് മീ ഐ ക്യാൻ ലേൺ, എന്നതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കൂ, എന്നതിൽ ഉൾപ്പെടുത്തൂ, എന്നാൽ ഞാൻ ഒരിക്കലും മറക്കില്ല, ഓർത്തെടുക്കേണ്ടി വരില്ല. ഞാനതെന്നും സ്ഥിരമായി അത് സ്വായത്തമാക്കിയെടുക്കും. ഈ ഒരു ശൈലിയിലേക്ക് നമ്മുടെ കുട്ടികളെ അധ്യാപകന്മാർ ഉമ്മമാർ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ കുട്ടികളൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്ക് അപ്പുറത്തായി അവർ മൂല്യാധിഷ്ഠിത കഴിവുകൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്താൻ കഴിയും.